സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പൊന്നും വീട്ടിലേക്ക് വന്ന കൺമണിയും കൃഷ്ണനെയും കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തമാണോ? വാസുകിയുടെ ഭർത്താവായ മണിയൻ അവരെ അപായപ്പെടുത്തുമോ എന്നൊക്കെയുള്ളൊരു സംശയനിഴലിലാണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും പൊന്നും വീട്ടിലേക്ക് ഹണിമൂൺ ട്രിപ്പ് എന്ന രൂപത്തിൽ വന്ന കൺമണിയും കൃഷും സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൺമണിയുടെ മനസ്സിൽ ചില അലാഹങ്ങൾ വരുന്നുണ്ട്. വാസുകിയുടെ ഭർത്താവായ മണിയനെ തന്നെയാണ് പേടി. കൊലപ്പുള്ളിയും ജയിൽപ്പുള്ളിയുമായ മണിയൻ കൃഷ്ണനെയും കൺമണിയെ നോട്ടമിട്ടിട്ടുമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ക്രിസാറിനെയും കൂട്ടി ഇവിടുന്ന് പോകണം, ഇവിടെ നിൽക്കുന്നത് ആപത്താണ് എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ. അതേസമയം കൃഷാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ വന്ന് കൺമണിയെ ഉമ്മ വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വേണ്ട സാർ, ആരെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞ് തടയുന്നു. നമ്മൾ ഇനി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ബന്ധം വീട്ടുകാർ സപ്പോർട്ട് ചെയ്തത് കൂടാതെ ആ ഫംഗ്ഷന് തന്നെ അച്ഛനും അമ്മയായിട്ട് തന്നെ അനൗൺസ് ചെയ്തതല്ലേ. പിന്നെന്തിനാ താൻ ഇങ്ങനെ പേടിക്കുന്നതും 2 റൂമിലായിട്ട് കിടക്കേണ്ടതൊക്കെ? കേണൽ സാറിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളായിട്ട് ചെയ്യാൻ പാടില്ല സാർ. അന്നേരം കൃഷ്ണനാണെങ്കിൽ ഒരല്പം നിരാശയൊക്കെ ഉണ്ട്. അതേസമയം സുമിത്രയും മാനസയും ജയിലിൽ വെച്ച് പരസ്പരം മീറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ കൺമണിയും കൃഷ്ണനെയും തകർക്കുക എന്നത് തന്നെയാണ് മാനസയുടെ ലക്ഷ്യം. ജയിലിലായിട്ട് പോലും ആ ഒരു ദേഷ്യത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. കൺമണിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചിട്ടേ താൻ ഇനി മടങ്ങി വരുവുള്ളൂ, അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുകയുള്ളൂ എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അച്ഛനും അമ്മയും വിഷമിക്കുന്നതൊന്നും കണ്ടിട്ട് അവൾക്ക് യാതൊരു കൂസലും ഇല്ല. അപ്പം മാനസയെ സപ്പോർട്ട് ചെയ്യാനല്ലേ സുമിത്ര വന്നിരിക്കുന്നത്. സുമിത്രയാണെങ്കിൽ അതിനപ്പുറം സാഗറിനെയും സുജിയെയും സാഗറിൻ്റെ കുടുംബത്തെയും വെറുക്കുന്നു. ബലരാമനെ പോലും ശത്രുവായിട്ട് വളർത്തിയെടുത്തതല്ലേ. ഇപ്പം ബലരാമൻ പോലും സാഗറിനെയോ കുടുംബത്തെയോ തകർക്കാൻ പോവാത്തതിൻ്റെ ദേഷ്യമാണ് അയാളോടും തീർക്കുന്നത്. വളർത്തച്ഛനും വളർത്തമ്മയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബലരാമൻ ഇവർ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന വെറും ഒരു കളിപ്പാവയായിട്ട് നിൽക്കുന്നില്ല. അതിൻ്റെ ദേഷ്യമെല്ലാം ഭാഗ്യശ്രീയോടും ബലരാമനോടും കണക്കിന് തീർക്കുകയും ചെയ്യുന്നുണ്ട് സുമിത്രയും ബാലഗോപാലനും. അങ്ങനെ മാനസയും സുമിത്രയും കൺമണിയെയും കൃഷ്ണനെയും തകർക്കാൻ പല പ്ലാനും തയ്യാറാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കാൻ തന്നെ സുമിത്ര തീരുമാനിച്ചിരിക്കുന്നു. സുമിത്രയ്ക്ക് പറ്റിയൊരു കൂട്ടുകാരനും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സഹദേവനാണെങ്കിൽ അനിരുദ്ധിനെയും വരുണിനെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അനിരുദ്ധിനാണെങ്കിൽ ഇനി ഒരു കാര്യത്തിനും താല്പര്യമില്ല. കിട്ടാവുന്നതിലും ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല കൺമണിയും കൃഷ്ണനെയും തകർക്കാൻ പോയ ഒരു സമയവും വിജയം കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, തിരിച്ചടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ സഹദേവനാണെങ്കിൽ അനിരുദ്ധിനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം വരുണിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നു. കാരണം വരുണിന് ജയിലിൽ കിടന്നിട്ടായാലും അല്ലാതായാലും കൺമണിയും കൃഷ്ണനെയും രണ്ടായിട്ട് വേർപിരിക്കണം, എന്നിട്ട് കൺമണിയെ സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം വരുണും സപ്പോർട്ട് എന്ന് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സഹദേവനും. കൃഷ്ണനെയും കൺമണിയും നോട്ടമിട്ടിരുന്ന മണിയന് കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. പണം മേടിച്ചുകൊണ്ട് 2 പേരെയും തീർക്കാൻ, പൊന്നുമേട്ടിൽ വെച്ച് തന്നെ 2 പേരെയും തീർക്കണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ പണത്തെക്കുറിച്ച് എഗ്രിമെൻ്റ് പറഞ്ഞ് ശരിയാക്കുന്നു. അതേസമയം 2 പോലീസുകാരാണെങ്കിൽ മണിയനെ തിരക്കി പൊന്നുമേട്ടിലേക്ക് വരികയും ചെയ്യുന്നു. പോലീസിനെ കണ്ടതും മണിയനാണെങ്കിൽ ഒന്ന് മറഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും മണിയനെ അകത്താക്കാനുള്ള കേണൽ സാറിൻ്റെ അപേക്ഷ പ്രകാരമാണ് പോലീസ് തിരക്കി വരുന്നത്. ഒരു കാരണവശാലും പിടികൊടുക്കില്ല എന്ന മട്ടിൽ മണിയൻ എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയ ദേവ്ജിയാണെങ്കിൽ നമ്മുടെ കരീം സാഹിബിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. മണിയനെക്കുറിച്ചും കൃഷ്ണനെയും കൺമണിയെയും കുറിച്ചും പൊന്നുമേട്ടിലാണ് അവരിപ്പോൾ നിൽക്കുന്നതെന്നും അവരുടെ ജീവന് തന്നെ ആപത്തായിട്ടുള്ളൊരു കണ്ടീഷനാണ് എന്നൊക്കെ അറിയിക്കുന്നതും പ്രകാരം നമ്മുടെ കരീം സാഹിബ് ആണെങ്കിൽ മറ്റൊരു കാര്യം തീരുമാനിക്കുന്നു. ഞാനും എൻ്റെ പിള്ളേരും ഇപ്പം തന്നെ പൊന്നുമേട്ടിലേക്ക് പോവുകയാണ്. മണിയനോ മറ്റാരും ആകട്ടെ ക്രിസാറിനെയും കൺമണിയെയും തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ വാക്കു കൊടുക്കുന്നു. കരീം സാഹിബ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ദേവിജിക്ക് ആശ്വാസമാകുന്നു. കാരണം അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. കൃഷ്ണനോടും കൺമണിയോടും ആത്മാർത്ഥ സ്നേഹമുള്ള കരീം സാഹിബ് ഒരിക്കലും അവരെ അപകടത്തിലേക്ക് ചാടിക്കില്ല. ഒരു ദുഷ്ടശക്തിയുടെ ആക്രമണത്തിനും അവരെ വിട്ടുകൊടുക്കില്ലെന്നും മറ്റാരേക്കായും വ്യക്തമായി അറിയുകയും ചെയ്യാം. മധു ആണെങ്കിൽ കൃഷ്ണനോട് പറയുന്നു, സാറിനോടൊപ്പം എപ്പോഴും ആരെങ്കിലും വേണം. മണിയൻ നിസാരക്കാരനല്ല, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും. വാസുകിയും പറയുന്നു, സാറിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ വെച്ചേക്കില്ല.
മിക്കവാറും എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അവൻ്റെ അന്ത്യം എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ കൺമണിയാണെങ്കിൽ നടന്നു പോകുമ്പോൾ പിന്നാലെ ആരോ വരുന്നത് പോലെ ഫീൽ ചെയ്ത് തിരിഞ്ഞു നോക്കുന്ന ആ ഒരു ഭാഗത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പം എന്താകുമല്ലേ? അപ്പം കരീം സാഹിബും കൂട്ടരും കൃഷിൻ്റെയും കൺമണിയുടെയും സംരക്ഷണത്തിനായിട്ട് വരുന്നത് അറിയാതെ മണിയനാണെങ്കിൽ പല പ്ലാനും ചെയ്യുന്നു എന്ന് മാത്രമല്ല രഹസ്യമായി അവരെ കൊല്ലാനായി പിന്നാലെ നടക്കുകയും ചെയ്യുന്നു. കാത്തിരിക്കാം എന്താകുമെന്ന്. കൺമണിക്ക് തന്നെയായിരിക്കും വിജയം. എപ്പിസോഡ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.